സുഭാഷ് പറയും ഇവിടെ ഇങ്ങനെ കച്ചറയാണെങ്കിലേ നിധിയെ ഞാൻ വല്ല ഹോസ്റ്റലിലും കൊണ്ടുവാക്കും. ഇതൊക്കെ കേട്ടിട്ട് മറുപടിയൊന്നും പറയാതെ സുധി പോവാണ്. ഹരീഷും അതുപോലെ പോവും. നിധി പറയും ഞാൻ ഒച്ച ഉണ്ടാക്കിയതുകൊണ്ടാ അവർ അടി നിർത്തിയത്. അതും പറഞ്ഞ് നിധിയും പോവും. സുധി ഒരു ബാറിൽ കയറുകയാണ്. എന്നിട്ട് ഒരു ബിയർ ഓർഡർ ചെയ്യും. തൊട്ടപ്പുറത്ത് നിന്ന് അച്ഛൻ ഇതൊക്കെ കാണുന്നുണ്ട്. സുധിയാണെങ്കിൽ പോലീസുകാരൻ അടിച്ച കാര്യവും നിധി ചൂടായ കാര്യമൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അച്ഛൻ അടുത്ത് വന്ന് സുധിയെ വിളിച്ചിട്ടും സുധി കേൾക്കുന്നില്ല. ഒന്നുകൂടെ വിളിക്കുമ്പോൾ സുധി നോക്കും. എന്നിട്ട് വിളിക്കും ഇയാളോ, നിങ്ങളെന്താ ഇവിടെ? അച്ഛൻ പറയും ഇത് ഞാൻ അങ്ങോട്ട് ചോദിക്കേണ്ട ചോദ്യമല്ലേ, ഇത് എൻ്റെ ഏരിയയെ, നീ എന്താ ഇവിടെ? സുധി പറയും ഒരു മനസ്സമാധാനത്തിനാണ് ഇങ്ങോട്ട് വന്നത്. അച്ഛൻ ചോദിക്കും പുറത്ത് എഴുതി വെച്ചിട്ടുണ്ടോ വരുവിൻ കുടിക്കിൻ മനസ്സമാധാനം നേടിൻ? എടാ മനസ്സമാധാനത്തിന് വേണ്ടി കുടിക്കാൻ വന്നാ പിന്നെ കുടിക്കാതെ മനസ്സമാധാനം കിട്ടില്ല. ബാറിൽ വെച്ച് ഉപദേശിക്കാൻ പാടില്ലെന്നാ. അതും പറഞ്ഞ് അച്ഛനൊരു കഥ പറഞ്ഞു കൊടുക്കും. ഇതൊക്കെ കേട്ടിട്ട് സുധിക്ക് ദേഷ്യം വരും. സുധി പറയും ഇവിടെ ഒരു സമാധാനം കിട്ടില്ല എന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി പോവാണ്. അച്ഛൻ കൂടെ ഇരിക്കുന്ന ആളോട് പറയും എൻ്റെ ഒരു ഫ്രണ്ടാ, ഒരു കുടുംബ പ്രശ്നം, അതിന് കുടിക്കാൻ വന്നതാ. ബിയർ കൊണ്ടുവരുമ്പോൾ അച്ഛൻ പറയും അത് ഇവിടെ വെച്ചേക്ക്, അതിൻ്റെ കാശ് ഞാൻ കൊടുത്തോളാം. ഹരീഷ് സുഭാഷിൻ്റെ അടുത്ത് വന്നിട്ട് മാപ്പ് പറയാണ്. സുഭാഷ് പക്ഷേ മൈൻഡൊന്നും ചെയ്യില്ല. സുഭാഷ് പറയും ഇവിടെ ഒരു പെൺകുട്ടിയുള്ള കാര്യം പോലും നിങ്ങൾ ഓർത്തോ? ഹരീഷ് പോയിട്ട് നിധിയോട് പറയും. നിധിയും മൈൻഡ് ചെയ്യില്ല. ഹരീഷ് ഏടത്തി മാപ്പ് എന്നൊക്കെ പറയും. എന്നിട്ടും നിധി മൈൻഡ് ചെയ്യാതാക്കുമ്പോൾ ഹരീഷ് ഉറക്കെ പറയും. ആ സമയത്ത് നിധി എണീറ്റിട്ട് പറയും ഓക്കെ ഓക്കെ, നിങ്ങളിത് എത്രാമത്തെ തവണ ഇവിടെ വഴക്കിടുന്നത്? ഹരീഷ് പറയും ഞങ്ങൾക്ക് കുറച്ച് ദേഷ്യം കൂടുതലാണ്, അതുകൊണ്ടാ, ഇനി ഞാൻ കൺട്രോൾ ചെയ്തോളാം. ആ സമയത്ത് സുധി കൂടെ അങ്ങോട്ട് വരികയാണ്. വന്ന ഉടനെ തന്നെ അവിടെ കുപ്പിയിൽ വെച്ച വെള്ളം മുഴുവൻ സുധി എടുത്ത് കുടിക്കും. എന്നിട്ട് സുഭാഷിനോട് പോയിട്ട് പറയും സുഭാഷ് ഏട്ടാ, പോലീസ് സ്റ്റേഷനിലെ സംഭവത്തിൽ തന്നെ ഞാൻ ആകെ തകർന്നിരിക്കുകയായിരുന്നു. ഇവിടെ വന്ന് കാശുകൂടി പോയി എന്നറിഞ്ഞപ്പോൾ എനിക്ക് വല്ലാത്ത ദേഷ്യം വന്നു. വീട്ടിൽ വന്ന് വഴക്കുണ്ടാക്കാനല്ലേ വേണ്ടതെന്ന് എനിക്കറിയാം, പക്ഷേ എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ല സുഭാഷ് ഏട്ടാ. സുഭാഷ് അതിന് മറുപടിയൊന്നും പറയുന്നില്ല. സുധി നിധിയോടും പോയിട്ട് മാപ്പ് പറയാണ്. നിധി സുധിയോട് വഴക്കിനെ പറ്റി ചോദിക്കുമ്പോൾ സുധി പറയും നിങ്ങളുടെ വീട്ടിലൊന്നും പിന്നെ വഴക്ക് നടക്കാറില്ലല്ലോ, വേണ്ടാത്ത ആൾക്കാരെയൊക്കെ അങ്ങ് തട്ടിക്കളയല്ലേ ചെയ്യുക. നിധി പറയും എൻ്റെ വീട്ടിൽ ചിലപ്പോൾ അങ്ങനെ ആയിരിക്കാം, അതുകൊണ്ടല്ലേ ഞാൻ അവിടെ നിന്ന് പോകുന്നത്, ഇനി ഞാൻ ഇവിടെ നിന്ന് പോകണം. സുഭാഷ് പറയും വെറുതെ സംസാരിച്ച് വഷളാക്കല്ലേ സുധീഷേ. നികേഷ് പറയും സുധീഷേട്ടൻ്റെ നാവിന് ഒരു ബ്രേക്ക് വെക്കണം, എവിടെ എപ്പം നിർത്തണമെന്നൊന്നും സുധീഷേട്ടനെ അറിയില്ല. ഇതൊക്കെ കേട്ടിട്ട് സുധീഷ് ഒന്നും മിണ്ടില്ല. സുധീഷ് പറയും എൻ്റെ അടുത്ത് തെറ്റുണ്ടായിപ്പോയി, സോറി. എൻ്റെ അമ്മോ എന്ന് പറഞ്ഞിട്ട് സുധി അവിടെ നിന്ന് പോവാണ്. അവർ പോയി കഴിയുമ്പോൾ നിധിയും സുഭാഷും കൂടെ ചിരിക്കുകയാണ്. സുധീഷ് പുറത്ത് വന്നിരിക്കുമ്പോൾ ഹരീഷ് അങ്ങോട്ട് വരികയാണ്. ഹരീഷ് പറയും അടിയുടെ ഇടയ്ക്ക് പറയാൻ വിട്ടുപോയി, ഒരു സ്കൂട്ടർ വന്നിട്ടുണ്ട്. സുധീഷ് ചോദിക്കും നല്ലതാണോ? ഹരീഷ് പറയും ഞാനൊരു വർക്ക്ഷോപ്പ് നടത്തുന്ന ആളല്ലേ, നല്ല വണ്ടി അല്ലെങ്കിൽ ഞാൻ പറയൂ. സുധീഷ് കളിയാക്കി പറയും ചിലപ്പോൾ നീ അത് ചെയ്യും, ഞാൻ നിധിക്ക് കൊടുക്കുന്ന ആദ്യത്തെ ഗിഫ്റ്റ് ഒരു പൊട്ട വണ്ടി ആവട്ടെ എന്ന് നീ കരുതും. ഓ ഇയാളോട് ഇത് പറയാൻ വന്നാൽ എന്നെ പറഞ്ഞാൽ മതിയല്ലോ, നീ പിണങ്ങല്ലേ, ഞാൻ വെറുതെ പറഞ്ഞതാ, ഞാൻ വഴക്ക് പറഞ്ഞിട്ട് നിനക്ക് വിഷമമുണ്ടോ? സോറി ഹരീഷ്. ഹരീഷ് പറയും അതൊന്നും കുഴപ്പമില്ല, ഞാൻ ആ കാശ് നിധിക്ക് വണ്ടി വാങ്ങാൻ എടുത്തു വെച്ചതായിരുന്നു. ഹരീഷ് പറയും അപ്പം ഇനി വണ്ടിയോ? അത് നമുക്ക് എന്തെങ്കിലും ചെയ്യാടാ. അവരങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ തമാശയൊക്കെ പറഞ്ഞ് ചിരിക്കുകയാണ്. നിധി ഇത് കാണുമ്പോൾ സുഭാഷ് ഏട്ടാ ദേ ഇവിടെ വന്നേ, എന്നിട്ട് അവരെ കാണിച്ചു കൊടുക്കും. സുഭാഷ് പറയും അവരെങ്ങനെ നിധി, ഇണങ്ങാനും പിണങ്ങാനൊന്നും അവർക്ക് കുറേ സമയം വേണ്ട. രാവിലെ സുധി നിധി സ്കൂട്ടറിൽ വരുന്നത് സ്വപ്നം കണ്ടുകൊണ്ട് കിടക്കുകയാണ്. എണീക്കുമ്പോൾ സുധി പറയും സ്വപ്നമായിരുന്നു. വേഗം ഹരീഷിനെ വിളിച്ചുണർത്താൻ നോക്കും. ഹരീഷാണെങ്കിൽ എണീക്കുന്നില്ല. സുധി അവിടെ ഇരുന്ന വെള്ളം എടുത്തിട്ട് ഹരീഷിൻ്റെ മുഖത്ത് തളിച്ചിട്ട് പറയും എടാ എണീക്കടാ. ഹരീഷ് ഒച്ച വയ്ക്കുമ്പോൾ സുധി വായ പൊത്തി പിടിക്കും. എടാ ഒച്ച വയ്ക്കല്ലേ, ഒന്ന് എണീറ്റ് വാ, നമുക്ക് സ്കൂട്ടർ നോക്കാൻ പോണ്ടേ. ഹരീഷ് പറയും ഇത്ര നേരത്തെയോ? അവരൊന്നും എണീറ്റിട്ട് പോലും ഉണ്ടാവില്ല, ഒന്ന് നേരെ വെളുത്തോട്ടെ. സുധീഷ് ഹരീഷിനെ അവിടെ നിന്ന് തന്നെ എണീപ്പിച്ച് കൊണ്ടുപോയി പല്ല് തേപ്പിക്കുകയൊക്കെ ചെയ്യാണ്. എന്നിട്ട് വേഗം ഒരുക്കിയിട്ട് സ്കൂട്ടർ നോക്കാൻ പോവുക. സുഭാഷ് എങ്ങോട്ടാടാ രണ്ടാളോട് പോകുന്നത്? സുധീഷ് പറയും അതൊക്കെ സർപ്രൈസാ, വന്നിട്ട് പറയാം.